ഓർമ്മിച്ചുകൊണ്ട് സംഘാടക സമിതിയോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഹിന്ദുസ്ഥാനി എന്തോ മലയാളി ഇപ്പോഴും അത്ര ഭാഗമല്ല. പൊന്നാനിയിൽ പോയാൽ കടലിൽ പോകുന്ന സാധാരണ മനുഷ്യരെ ഹിന്ദുസ്ഥാനി പാടുന്നത് കേൾക്കാം എന്നത് ഇതിന്റെ ഒരു മറുവാണ്. തട്ടകപ്പരിയുടെ ആരംഭം സംഗീതാത്മകമായിരുന്നു. തട്ടകത്തു നിന്നും വരുന്ന അരിയന്നൂർ സ്വദേശി അഹമ്മദ് എബ്രാഹിം സിദ്ധാർത്ഥനാഥത്തിലൂടെ സാഹിത്യ അക്കാദമിയിൽ അമൃതകവിതകളൊഴുക്കി. ഈ തട്ടക കലാകാരനെ കോവിലന്റെ ഈ അനുസ്മരണ സന്ദർഭം ആദരിക്കുന്നു. കോവിലൻ ട്രസ്റ്റിന്റെ ആദരം സമർപ്പിക്കാൻ പ്രിയ കഥാകാരൻ സാറാ ടീച്ചറിനെയും ആദരവ് ഏറ്റുവാങ്ങാൻ കലാകാരൻ അഹമ്മദ് ഇബ്രാഹിമിനെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. എന്റെ മുന്നിലെ കോളേജുകൾ തുടർച്ചയായി കണ്ടിരിക്കും. കേട്ടുകേൾവി പോലീസിലെത്തുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് കൗതുകം. കുന്നംകുളം തട്ടകമാകുന്നത് അറിയാൻ ചോരക്കുളങ്ങര പദ്ധതിയുള്ള കണ്ടാൽ കേൾവി കൗതുകം. മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഭാവത്തും തീരിയാവുന്നത് ഫ്രാൻസിസ് എറ്റിക്കൊലയിലെ സർഗാത്മകമായ ആഹ്വാനം പറയട്ടെ. കണ്ടാളശ്ശേരിയുടെ മണ്ണ് സ്നേഹത്തോടെ മലയാളത്തിന്റെ ഈ പുതിയ കഥാകാരനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സുഹൃത്തുക്കൾ, കോവിലിന്റെ അനുസ്മരണ ചടങ്ങുകൾ പങ്കെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരു വേദന. എനിക്ക് വളരെ അധികം ആത്മബന്ധമുള്ള എഴുത്തുകാരനായിരുന്നു. അകലെ നിന്നും ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ കണ്ട മലയാളത്തിലെ ഏറ്റവും ശക്തമായ ഭാഷയുടെയും ആവിഷ്കാരത്തിൻ്റെയും ഒക്കെ എഴുത്തുകാരൻ. ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബന്ധു ശ്രീകൃഷ്ണ കോളേജ് പഠിച്ചിരുന്നു. സോ കോവിലിൻ്റെ A-B അന്ന് കോഴിക്കോട് സർവകലാശാലയിൽ ആർട്സ്. അദ്ദേഹം എന്നോട് പറയും, നിങ്ങളുടെ പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് എഴുതിയാണ് ഞങ്ങൾ കോളേജിൽ എടുത്താണ്. അന്ന് എനിക്ക് കുറച്ചുകൂടെ കണക്കിലാണ് താല്പര്യം. A-B എന്നെ ആകർഷിച്ചു. ഞാൻ വായിച്ചു. പിന്നെ കോവിലിന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. പലപ്പോഴും അടുത്ത് ചെന്ന് സംസാരിക്കാനുള്ള ധൈര്യം ആ കാലത്തൊന്നും കിട്ടിയത് അതൊക്കെ സംഭവിച്ച് അതിലേറെ കാലത്തിന് ശേഷം. പിന്നെ ഇടയ്ക്ക് അദ്ദേഹത്തിനെ പോയി കാണാനും സംസാരിക്കുകയൊക്കെ കഴിഞ്ഞ കാലത്ത് വളരെ കുറച്ച് കാലങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. ഒരു ധൈര്യം നമുക്ക് തോന്നി. എന്റെ പോലെ ഭാഷയുടെ പ്രവൃത്തിയായിട്ട് അത്രയൊന്നും ബന്ധമില്ലാത്തത് തീവണ്ടി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കോവിലിൽ നൽകുന്നതല്ലാത്ത ഒരു ഊർജ്ജം തന്നെയാണ്. വൈശാഖ മാഷം എന്റെ ഗുരുവാണ്. എനിക്കൊക്കെ എഴുതാൻ കഴിയുന്നൊരു ധൈര്യം നമ്മൾ അദ്ദേഹം. അതുപോലെ ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി കണ്ട കോവിലിന്റെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി പറയും. കോവിലിനോട് ദീർഘമായിട്ട് ഞാൻ സംസാരിച്ചത് മാതൃഭൂമിക്ക് വേണ്ടി ഒരു അഭിമുഖം
ആഴ്ചത്തപ്പിന് വേണ്ടി എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹത്തിന് നല്ല സുഖമില്ലാത്ത, എനിക്ക് സുഖമില്ലാത്ത കാലം. അതിനായിട്ട് പലതവണ ആ വീട്ടിൽ ചെല്ലി ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ പറ്റും. പലപ്പോഴും പറഞ്ഞു ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ കൊടുക്കണം. ഇനി കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മുഖത്തിൽ വന്നു. റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിക്കുന്ന ആ പ്രൗഢഗംഭീരമായ ശബ്ദം നമ്മുടെ ഈ സമൂഹത്തിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശക്തമായ താക്കീത്, ഓർമ്മപ്പെടുത്തലുകളൊക്കെ. പിന്നെ അത് അച്ചടിച്ച് വരുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ ഇടയ്ക്കൊക്കെ പോയി കണ്ടു. ഞാൻ ചെറിയ തോതിൽ എഴുതുന്ന ആളാണ്, എഴുതാൻ കുടിക്കുന്ന ആളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അഭിമുഖങ്ങൾ, വൈഭാഗം, വിവർത്തനം ഇതൊക്കെ താൻ നിർത്തുകയാണ്. തന്നെ എന്തെങ്കിലും 4 അക്ഷരം എഴുതിയാൽ മാത്രമേ കാര്യം. സത്യം പറഞ്ഞാൽ അന്ന് ഞാനിങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് തമിഴിൽ, മലയാളത്തിൽ, തെലുങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ഒരു രസത്തിൽ നടക്കുന്ന ഒരു കാലത്താണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്ത ആളുകളെല്ലാം ധാരാളം തരത്തിലുള്ള ഇന്റർവ്യൂ ചെയ്യണമെന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കോവലൻ ഇങ്ങനൊരു ഉപദേശമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണ്. പിന്നെ ഞാൻ അധികം ഇന്റർവ്യൂകൾ ചെയ്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ പരിഭാഷകൾ ചെയ്യാതെ അതിനുശേഷമാണ് വ്യക്തിത്വം കഴിഞ്ഞു. ഇതിനു മുമ്പ് സംസാരിച്ച നാടകീയതകൾ, അഭിയാസങ്ങൾ, കുഞ്ഞിക്ക് ദേവിയൊക്കെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ്റെ കർത്തവ്യവും കടമകളുമായിട്ട് ബന്ധപ്പെടുന്നത്, അവരുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമായിട്ട് ബന്ധപ്പെടുന്നത്, കൃത്യമായ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെടുന്നത്, ഏറെ കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ എന്നെപ്പോലുള്ള ഒരു എഴുത്തുകാരൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന വല്ലാത്തൊരു ചോദ്യത്തിന്റെ മുമ്പിലാണ് ഇട്ടിക്കോര എന്നൊരു നോവൽ എഴുതാൻ ശ്രമിക്കുന്നത്. ഇത് ഇപ്പൊ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ അത്ര വലിയൊരു കാര്യമാണെന്ന് അന്നോ ഇന്നോ എനിക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ കാലമായിരുന്നു തുടർന്ന പലതരം അന്വേഷണങ്ങളുടെയും അതിൽ നിന്നും ഞാൻ ഏറെ പകർത്ത് പരിഭ്രമിച്ചു പോയ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെയും ഒക്കെ സത്യമല്ല, സത്യമല്ലാത്ത കാര്യം, ഭാവനകൾ ഉപയോഗിച്ച് എഴുതിയ കാര്യങ്ങൾ, ഫാന്റസി ഉപയോഗിച്ച് എഴുതിയ കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള വ്യക്തികൾ. ഇട്ടിക്കോയ വരുമ്പോൾ കുന്നംകുളം എന്ന ദേശത്തെ അടയാളപ്പെടുത്തി അതിൻ്റെ ഒരു ചരിത്രം കുറിക്കുക എന്ന യാതൊരു ഉദ്ദേശം നിലയിലുണ്ടായിരുന്നില്ല. മറിച്ച് സംഭവങ്ങളുടെ വലിയ കച്ചവട വ്യാപാരത്തിന്റെ വേലിയേറ്റത്തിൽ ലോകം മുഴുവൻ തന്നെ ഉപയാമിക്ക് പറയുന്ന പോലെ മറ്റൊരു ചരിത്രം അവസാനിക്കുകയാണ്. എൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് വായിക്കുക. അതൊക്കെ വായിച്ച ഭയപ്പാടുകൾ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കാറ്. സോവിയറ്റ് നാട്ടിലെ നിലനിൽച്ച നാടുകളിൽ നോക്കി നമ്മുടെ എല്ലാ പ്രശ്നം അവസാനിക്കും, ഒക്കെ ശരിയാവുമെന്ന് എൻ്റെ അച്ഛൻ പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ
എവിടെയാണ് എന്തൊക്കെ ഒരു പുരോഗതി അഭിയാവുകൾ ഏറെ കണ്ണീർ പൊഴിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭരണകൂടം ഒരു ഭരണകൂടത്തിന്റെ സന്തതികൾക്ക് നേരെ വിഷം തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം ഈ സമൂഹം ഭരണകൂടം പറയാൻ സമൂഹത്തിൽ പലതരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു? സ്നേഹം, കരുണ, ദയ എന്നൊക്കെ പറയുന്ന വാക്കുകൾ തീരെ അർത്ഥമില്ലാതെയായി പോകുന്ന കാലത്തേക്ക് നമ്മൾ മനുഷ്യവംശത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ പല പ്രത്യേക ശാസ്ത്രങ്ങൾ, മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ, മനുഷ്യനെ കൂടുതൽ നല്ലവനാക്കാൻ ഒക്കെ ഇത്ര നല്ല ശ്രമിച്ചിട്ട് കാണാനായിട്ടും ജീവിതത്തിനുമൊക്കെ ശ്രമിച്ചിട്ട് ഒന്നിനും പിടികൊടുക്കാതെ ഓരോ ദിവസവും ഏറ്റവും ക്രൂരതയുമാണ് ഒരു ഹിംസയുടെ ആഘോഷത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ സമൂഹം പോകുന്നത്? എനിക്കൊരു അങ്കലാസം, ഭയപ്പാട്, ആകെ നെറ്റിത്തെരിച്ചു പോകുന്നൊരവസ്ഥ. രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞിട്ടൊരു യുദ്ധം ഈ ലോകത്തിൽ ഉണ്ടാവില്ല, ഉണ്ടാവരുത് എന്നൊക്കെ ആഗ്രഹിച്ചൊരു പാട്. ഈ യുദ്ധങ്ങൾ ഒരു തുടർക്കഥകളായിരുന്നു. ആയുധങ്ങൾ, ആയുധ വ്യാപാരം, അവയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഹീനവും ക്രൂരവുമായ ഹിംസയുടെ ആഘോഷങ്ങൾ ഓരോ ദിവസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി മാറും. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ പടം ഇപ്പോഴത്തെ ഇന്ത്യയുടെ അതേ ഭാഗങ്ങളും വീണ്ടുമെടുത്ത് പരിശോധിച്ചാൽ പുതിയതായിട്ടുണ്ടായ അതിർത്തികൾക്ക് വേണ്ടി ജീവൻ വെടിവെടുത്ത എത്ര ലക്ഷങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് കണ്ണുനീർ കുടിക്കുന്നത്. ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പരസ്പരം ഏറ്റുമുട്ടാനായി ഉപയോഗിച്ച ആയുധങ്ങൾക്ക്, അതിൻ്റെ ക്രൂരതകൾ, അതിലെ ജീവൻ കുടുംബമൊക്കെ നഷ്ടപ്പെടാറ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് രീതിയാണ്, എന്ത് ന്യായമാണ് പറയുന്നത്? ശത്രുക്കൾ നമ്മൾ ആക്രമിക്കരുതെന്ന് ആരാണ് വിശ്വാസം? എവിടെയാണ് പത്താമക്കാരൻ കോവിഡിനൊക്കെ പത്താമത്തിൽ ജോലിക്കരുത് ദുഷ്മൻ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ശത്രുതയാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ പലതരത്തിൽ നമ്മളെ ആവശ്യപ്പെടുകയും ഈ സമൂഹത്തിൽ ക്യാൻസർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒക്കെ വേണമെങ്കിൽ ഉദ്ദേശിപ്പിക്കാവുന്ന തരത്തിൽ ഹിംസയുടെ സ്വാർത്ഥത, ആർത്തി, വല്ലാത്ത ഒരു പടർച്ചയാണ് ഒരു തരത്തിൽ നിയന്ത്രിക്കാനാണ് തരത്തിൽ. ഇപ്പൊ സെൻസസൊക്കെ കുതിച്ച് മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഇത് മനുഷ്യന്റെ ആർത്തിയുടെ ഇൻഡെക്സ് അല്ലേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതം ഭയപ്പെടാം. എവിടേക്കാണ് പോകുന്നത്? ഈ വേദനാജനകമായിരുന്നു പരിഭ്രമിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് എത്തിക്കൂടാതെന്ന് നോവലുണ്ടാകുന്നത്. ഒന്നുകളും ഒരു നിമിത്തമാണ്. എത്തിക്കൂടയിൽ പറയുന്ന മിത്തുകളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പല കാലത്തായിട്ട് എൻ്റെ ജീവിതത്തിൽ കേട്ട് വളർന്നു നോക്കി. ആൾക്കാറ്റ് കടപ്പുറത്ത് നിന്നും വലിയ കപ്പലുകൾ ചരക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബങ്ങൾക്ക് ബോയ്സ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ആൾക്കാറ്റ് പോയി നോക്കുമ്പോൾ അവിടെ കടലൊന്നും കാണാതെ ഈ കേട്ട കഥകളെല്ലാം നുണക്കഥകളാണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് മിത്തുകൾ. പക്ഷേ ഇത്ര കണ്ട് ആഗോള സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റിയ മറ്റൊരിടം നമ്മുടെ കേരളത്തിൽ എനിക്ക് പരിചിതമായിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ കുട്ടികളെ പല സ്ഥലത്തും പറയുന്നത് പോലെ കച്ചവടം അതിൻ്റെ ഒരു കല എന്നുള്ള തരത്തിൽ അത്രയും ഒന്നും മോശപ്പെട്ട തരത്തിലല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിലാണ് ചില ചിന്തകൾ. അതേസമയം തന്നെ ഈ കച്ചവടത്തിന്റെ ആഗോളതലത്തിൽ നടക്കുന്ന വല്ലാത്ത ആഘോഷങ്ങൾ എന്ത് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ചരക്കായിട്ട് മാറുന്ന അവസ്ഥ, ഇതിനെയൊക്കെയാണ്
എത്തിക്കൂടെ വാസ്തവത്തിൽ ഈ പ്രധാനമായിട്ട് ചെയ്യുന്നു. അത് ആ തരത്തിൽ എനിക്ക് വായിക്കപ്പെട്ടത് എനിക്കറിയില്ല. മറ്റ് ഒരു എഴുത്ത് രീതികളിൽ നിന്നും ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നോവലിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്ഥലത്തും ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നതാണ്. കാരണം എന്റെ ഈ ഉത്തരവില്ല. ഈ വളരെ ക്രൂരമായിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തിനെ വായനക്കാരുമായിട്ട് പങ്കുവെക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത വളരെ നിസ്സഹായമായാണ്. ഈ അവസ്ഥയെ സമൂഹത്തിലേക്ക് വായനക്കാരിലേക്ക് പങ്കുവെക്കുന്നതിനാണ് കുന്നംകുളം എന്നൊരു ചെറിയ ഭൂമികയിൽ നിന്ന് ഞാൻ ആദ്യം കണ്ട് ഈയാറുടെ ഗ്രാമത്തിൽ നിന്ന് കുന്നംകുളം എന്ന പട്ടണത്തിൽ, പിന്നെ ഞാൻ കണ്ട കൊച്ചി എന്ന നഗരത്തിൽ, അതിനുശേഷം ഞാൻ കാണാത്ത മറ്റൊരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വികസിപ്പിക്കുന്ന രീതിയാണ് നോവൽ വ്യൂസ്. ഒരിക്കലും എനിക്ക് വലിയ പരിചയമില്ലാതൊന്നും അതിനെപ്പറ്റി ധാരണയൊന്നുമില്ലാതൊന്നും അങ്ങനെ എഴുതിപ്പോയി. അതുകൊണ്ടാണ് പലപ്പോഴും അതിന് ഒരു നോവൽ എന്നൊക്കെ പറയാമെന്ന് ഏറെ ആക്ഷേപിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അതിൽ എനിക്ക് വേദന തോന്നിയില്ല. കാരണം എഴുത്തിന്റെ ഒരു നടപ്പ് രീതികളിലോടുള്ള എന്റെ ചെറിയ ചെറിയ വിയോജിപ്പുകൾ, എന്റെ ചില ആഗ്രഹങ്ങളൊക്കെ ചേർന്നിട്ടുള്ള കാര്യം ആ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം ഇയാൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അത് കഴിയുന്നത്ര കൃത്യമായിട്ടല്ല അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കഥയുടെ സംഘടനയിലേക്കല്ല, പ്രദേശത്തിന്റെ മറ്റു ചില തലങ്ങളിലേക്ക് വളരാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ മാത്രമാണ്. എന്റെ ദേശം എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ആ ദേശത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. ഇങ്ങനെ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എനിക്കേറെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് കോവിലന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അനുഭവിക്കുന്നു. നമസ്കാരം. കോവിലൻ പ്രവൃത്തിയിലെ ഈ വർഷത്തെ കോവിലിന്റെ നിർമ്മിക്കുക 3 ദിവസമുള്ള പരിപാടികളിൽ ഞങ്ങൾ ഒരു ജീവിത വീക്ഷണം, സാഹിത്യ വീക്ഷണം ഒടുങ്ങിച്ചേർത്തിട്ടു. നേരിയ വാക്കുകൾ പ്രസ് ജനറൽ സെക്രട്ടറി എഴുതിയാൻ ഇപ്പോൾ അത് പറയും. വേദിയിൽ ഉപവിഷ്ടരായ മലയാളത്തിലെ വലിയ എഴുത്തുകാരും സാഹിത്യ അക്കാദമി ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന കോവിലിന്റെ ആരാധകരെ, വായനക്കാരെ, കോവിലിന്റെ 2ാം ചരമവാർഷികാചരണം കട്ടകപ്പെരുമ കേരളക്കരയെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇറക്കിയ ബ്രോഷറിൽ ഒരു വരി അരികു ചേർക്കപ്പെട്ടവരോട് കൃപ സൂക്ഷിച്ച സകല നിമിഷവും കൃപ സൂക്ഷിച്ച കണ്ടാണശ്ശേരിക്കാരനാണ് കോവിലൻ എന്നെഴുതുന്നു. കണ്ടാണശ്ശേരി എന്ന സ്ഥലനാമം തന്നെ 2 തരത്തിൽ എഴുതാറുണ്ട്. കണ്ടാണശ്ശേരി എന്നും കണ്ടാണിശ്ശേരി എന്നും. രണ്ടിലും കോവിലൻ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ജനയാത്ര നടത്തി വരുന്നവർക്ക് ആദ്യം കണ്ണിൽപ്പെടുന്ന ഇടം എന്നർത്ഥത്തിൽ കണ്ട അണ്ണ ചേരി കണ്ടാണശ്ശേരി ആയിരുന്നു. പിന്നെ കണ്ടാണിശ്ശേരി എന്ന് അതിനെ നമുക്കറിയാം. കണ്ടാണിശ്ശേരിയിലെ ഈ ഗാനത്തിന് മുമ്പ് സവർണനം, സമീകരണം എന്നൊക്കെ വിളിക്കാവുന്ന ഭാഷാശാസ്ത്രത്തിലെ ഒരു സംഭവമാണ് ഈ ഗാനം മുമ്പേ ഉദ്ധരിക്കുന്നത്. അതറിഞ്ഞുകൊണ്ടും കോവിലൻ പറഞ്ഞു കണ്ടാണിശ്ശേരി എന്ന് പറഞ്ഞാലും അത് ഈ സ്ഥലത്തിനെ ചേരും. എന്തുകൊണ്ടെന്നാൽ കണ്ടാണിശ്ശേരിക്കാർ എന്ത് കാണിക്കുന്നുണ്ടെങ്കിലും അത് ആദ്യം കണ്ടതിനെ കാണിക്കാറുള്ളൂ. കണ്ടതിന്
കാണിക്കുന്നവനാണ് കണ്ടാശ്ശേരിക്കാരൻ. പോലീസുകാർ കാലിന്റെ മുട്ടിൽ കയറി നിന്ന് മറ്റൊരു പോലീസുകാരൻ കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിക്കുമ്പോഴും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച കളത്തിപ്പറമ്പിൽ കേട്ടവൻ കണ്ടാശ്ശേരിക്കാരനാണ്. അങ്ങനെയാണ് കോവിലൻ അന്നൊരു പ്രഭാഷണ മധ്യേ പറഞ്ഞത്. കഴിഞ്ഞ വർഷം കോവിലിന്റെ അനുസ്മരണം നടക്കുന്ന ജൂൺ 2-ാം തീയതിയാണ് കണ്ടാശ്ശേരിക്കാരനായ കേശവേട്ടനും മരിച്ചുപോയത്. ഇന്ന് കേശവേട്ടന്റെ അനുസ്മരണം തട്ടകത്തിൽ നടക്കുന്നുണ്ട്. പലർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയത് അതുകൊണ്ടുകൂടിയാണ്. ഈ കണ്ടാശ്ശേരിക്കാരനായ കോവിലിന്റെ അനുസ്മരണം എങ്ങനെ നടത്തണം എന്ന് ആലോചിക്കുമ്പോൾ എല്ലാ നിമിഷവും ഞങ്ങളുടെ ഉള്ളിൽ കോവിലിന്റെ വാക്കുകൾ വരികളുണ്ട്. ഇന്നിവിടെ സൂചിപ്പിച്ച അവാർഡ് തന്നെ ആദ്യ വർഷം തന്നെ ചോദിക്കേണ്ടായി. പത്രസമ്മേളനത്തിലെ പത്രക്കാരെ കോവിൽ കുറച്ച് അവാർഡുകളൊന്നും ഏർപ്പെടുത്തുന്നില്ലെങ്കിലും അന്ന് മാനേജിംഗ് ട്രസ്റ്റി വിജയശേഖർ പറഞ്ഞു, മലയാളത്തിൽ സാഹിത്യ മേഖലയിൽ അവാർഡുകൾ കുറവുമില്ല. ഞങ്ങൾ ശില്പശാലകൾ ക്യാമ്പുകളാണ് നടത്തുന്നത്, കുട്ടികളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ വർഷം കണ്ടാശ്ശേരിയിലെ കോവിലൻ കുടീരത്തിൽ ജൂൺ 1, 2, 3, 4, 5 അങ്ങനെ 5 ദിവസങ്ങളോളം നീണ്ടു നിന്ന കോവിലൻ പെരുമ നടന്നപ്പോൾ തൃശൂർ ജില്ലയിലെ മിക്ക ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നും കുട്ടികൾ അവിടെ എത്തിച്ചേർന്നു. സംസ്ഥാനത്തെ മികച്ച യുവ സാധികരുടെ അതാണ് ശില്പശാല നടന്നു, പഠനങ്ങൾ നടന്നു, ഭാഷാഭിമാന യാത്ര നടന്നു. ഇതിനെയൊക്കെ മറന്നു ചേർത്തിക്കൊണ്ട് കൽക്കട്ടയിൽ നിന്ന് 84 വയസ്സുള്ള മഹാശ്വേതാദേവി 2 കാലിന്മേൽ നീരോടുകൂടി തട്ടകത്തിൽ എത്തിച്ചേർന്നു. ആ കോവിലന്റെ ഇതിന് ശേഷം ഇത് 2-ാം വാർഷികമാണ്. 2-ാം വാർഷികത്തിന് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഒരു എഴുത്തുകാരനെ ഈ വിധം ഓർമ്മിക്കപ്പെടുന്നുണ്ടോ, ആദരിക്കപ്പെടുന്നുണ്ടോ എന്ന് തന്നെ പലരും ഞങ്ങളോട് വിളിച്ച് ചോദിച്ച് അഭിനന്ദിച്ചു. വളരെ ഗംഭീരമായ രീതിയിലാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ സംഘാടനത്തിലും കേവലം സ്മരണകൾ അയവറക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് കൃത്യമായ തിരിവ് മുന്നോട്ട് വെച്ചിട്ടാണ് അനുസ്മരണ ചടങ്ങുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ദേശം, എഴുത്ത്, പ്രതിരോധം. ഈ തട്ടകത്തിൽ 30 വർഷമായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം, ഭൂഗർഭജലം ഊറ്റി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാശ്ശേരിയിലെ ഈ ജലപ്രശ്നം ഒരു ഭരണകൂടവും അതിൽ ഇടപെടുന്നില്ല. കാരണം വെള്ളം കൊണ്ടുപോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരിലെ തീർത്ഥാടക ലക്ഷങ്ങൾക്ക് കുടിവെള്ളം മുട്ടിപ്പോകും എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. ഒരു വ്യക്തിയും ഒപ്പുവയ്ക്കാനായി ധൈര്യപ്പെടുന്നില്ല ഒരു തടസ്സവാസത്തിന്. അവിടുത്തെ മണ്ണും കല്ലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടാശ്ശേരിയുടെ മാത്രം ദുഃഖമല്ല, കേരളത്തിലെ എല്ലാ തട്ടകങ്ങളുടെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദുഃഖം ഇവിടെ ആവർത്തിക്കപ്പെട്ടു വരുന്നു. ആദ്യത്തെ ദിവസം മലയാളത്തിലെ തട്ടക രചയിതാക്കൾ, അതിൽ യുഎ ഖാദറിനെയും MP യെയും ഒക്കെ ഞങ്ങൾ ക്ഷണിക്കുകയും അവരെയൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷെ പല അസൗകര്യങ്ങളാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. നാളെ ദേശത്തിന്റെ പഠനമാണ്. ചരിത്രകാരന്മാരും നിരൂപകന്മാരും ഈ കൃതികളെ, ഇവിടെ എത്തിച്ചേർന്നവരുടെ കൃതികളെയും ഇവിടെ വരാത്തവരുടെ കൃതികളെയും പഠിച്ചുകൊണ്ടുള്ള മികച്ച പഠനാവതരണങ്ങളാണ് നടക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രാജൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. കോവിലനെയും ഖാദറിനെയും സക്രയെയും ഒക്കെ പഠിച്ചുകൊണ്ടുള്ള പഠനാവതരണങ്ങൾ നാളെ നടക്കുമ്പോൾ ഞായറാഴ്ച പ്രതിരോധം, ദേശത്തിന്റെ പ്രതിരോധം എന്ന വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ആക്ടിവിസ്റ്റുകളായ എഴുത്തുകാരുടെ സംഗമമാണ് നടക്കുന്നത്. കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരുടെ നിശബ്ദത. യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തി എരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അരാഷ്ട്രീയവാദികൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് ഒരു കാലത്ത് എത്ര ആദേശത്തോടുകൂടി പറഞ്ഞവർ അവരുടെ നിശബ്ദത കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോവിലിനെ കുറിച്ചുള്ള ഒരു സ്മരണ,
ദേശത്തിന്റെ പ്രതിരോധമായി അല്ലാതെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. തമിഴിലെ വലിയ എഴുത്തുകാരൻ കാലുവിജയത്തിന് വരുന്നു ഉദ്ഘാടനത്തിന്. മലയാളത്തിന്റെ മനസാക്ഷിയായ സുഗതകുമാർ ടീച്ചർ വരുന്നുണ്ട്, എം.എ. റഹ്മാൻ വരുന്നുണ്ട്, C.K. ജാനു വരുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും എഴുത്തിന്റെ മേഖലയിലും വലിയ വ്യക്തിത്വങ്ങൾ, ജീവിതവും എഴുത്തും ഒരേ അർത്ഥത്തിൽ സക്രിയമായ എഴുത്തുകാർ, അവരാണ് യഥാർത്ഥത്തിൽ കോവിലിനെ മരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കോവിലിന്റെ രംഗങ്ങളിലെ നാടകീയ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള പോസ്റ്റ് മോഡുലാർ ലാബ് കേരള സംഗീത നാടക അക്കാദമി ഇന്നലെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വരെ അത് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മികച്ച നാടക പ്രവർത്തകർ, ആ നാടക പ്രവർത്തകർക്ക് വലിയ ശിക്ഷണം നൽകാൻ കഴിവുള്ള ഭാരതത്തിലെയും അന്തർദേശീയ മേഖലകളിലുമൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച നാടക പ്രവർത്തകരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോവിലിന്റെ തന്നെ ആദ്യകാല രചനയായ എന്റെ വിശ്വാസം എന്നെ പൂർപ്പിക്കുമെന്നത് പറയുന്ന നാടകം പുനഃപ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ വളരെ വലിയ ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വലിയ അവാർഡ് ഈ വർഷം കോവിലൻ ട്രസ്റ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. 50,000 രൂപയും പ്രശസ്തി പത്രവും. ഈ അവാർഡ് നൽകുന്നത് 12 വർഷക്കാലം പല്ല് തേക്കാൻ പഞ്ഞി ഉപയോഗിച്ച്, ജലം ഉപയോഗിക്കാൻ ഒരു തുള്ളി വെള്ളം പല്ലിനിടയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന് ചിന്തിച്ച് പല്ല് തേക്കാൻ പോലും വെള്ളം ഉപയോഗിക്കാതെ, തലമുടി ചെയ്യാതെ അരിച്ചിട്ട തലമുടിയുമായി തന്റെ രാജ്യത്ത്, തന്റെ തട്ടകത്തിൽ അവിടുത്തെ മനുഷ്യരുടെ സ്വയം നിർണയാവകാശത്തിനും ജനാധിപത്യ അവകാശത്തിനുമെതിരെ 10-30 വർഷമായി ഇന്ത്യൻ പട്ടാളം അടിച്ചേൽപ്പിച്ച പ്രത്യേകാധികാര നിയമത്തിനെതിരെ നിരാഹാര സമരം ചെയ്യുന്ന, നിരാഹാര സമരം ആവിഷ്കരിച്ച ഗാന്ധിജി പോലും 10-20 ദിവസത്തിലധികം നിരാഹാരം അനുസരിച്ചിട്ടില്ല. ഇത് 12 വർഷമാണ്. 12 വർഷം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഇറോം ശർമിള എന്ന മണിപ്പൂരി കവയിത്രിക്കാണ് കോവിലിന്റെ പേരിലുള്ള പ്രഥമ ആക്ടിവിസ്റ്റ് ഇന്ത്യ പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത്. അത് ഇവിടെ വന്ന് കൈപ്പറ്റാൻ ഇറോം ശർമിളയ്ക്ക് പരോട് അനുവദിക്കണമെന്ന് പറഞ്ഞ് രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി A.K. ആന്റണിക്ക് കോവിലിൻ ട്രസ്റ്റ് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. പരോട് അനുവദിക്കപ്പെട്ടാൽ ഇവിടെ, അതല്ലെങ്കിൽ ഇംഫാലിൽ ചെന്ന് ഈ അവാർഡ് കൊടുക്കാനുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ട്. അതിനും കഴിയില്ലെങ്കിൽ ഇറോം ശർമിളയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംഘത്തിന് മഹാശ്വേതാദേവി കൊൽക്കത്തയിൽ വെച്ച് ഈ അവാർഡ് സമർപ്പിക്കും. മഹാശ്വേതാദേവിയാണ് ഈ വർഷം മുതൽ കോവിലൻ ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരി. കേരളത്തിലെ രക്ഷാധികാരിയായി പുനത്തിൽ പുന്നത്തുകയും പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ എന്തൊക്കെ കോവിലൻ ട്രസ്റ്റിന് വേണ്ടി നമ്മളൊക്കെ ആസൂത്രണം ചെയ്താലും നിർണായകമായ ഘട്ടത്തിൽ കോവിലൻ ഇടപെട്ടു എന്നതാണ് നിങ്ങൾക്ക് ഈ 1-2 വർഷക്കാലമായി അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം. അത് ഇന്നും സംഭവിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പക്ഷേ മലയാളക്കാരിൽ ഇന്നേവരെയില്ലാത്ത വിധത്തിലുള്ള അത്യപൂർവമായ ഒരു ഉദ്ഘാടനമാണ് നിങ്ങൾ കണ്ടത്. തട്ടകത്തിലെ മണ്ണ്, തട്ടകത്തിലെ വെള്ളം, തട്ടകത്തിൽ നിന്നുള്ള അഗ്നി, തട്ടകത്തിൽ നിന്നുള്ള വിശടി, കാറ്റ്, ആകാശം, പഞ്ചഭൂതങ്ങൾ, 5 എഴുത്തുകാർ ഒരുമിച്ച് നിന്ന്, അതും 5 തട്ടകങ്ങളുടെ രചയിതാക്കൾ, മലയാളത്തിൽ വലിയ തട്ടകരചയിതാവായ കോവിലിന്റെ നാമധേയത്തിലുള്ള ഈ വാക്യവാചനത്തിന് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇനി ഇറോം ശർമിളയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇറോം ശർമിള ഏറ്റുമുട്ടുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 13 ലക്ഷത്തോളമുള്ള പട്ടാളത്തിന്റെ പ്രത്യേകാധികാരികൾക്കെതിരെയാണ്. പക്ഷേ ഒരു പട്ടാളക്കാരനായിരുന്ന, പട്ടാള നോവലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോവിലിന്റെ പേരിലുള്ള ട്രസ്റ്റ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിലൂടെ കോവിലിന്റെ ദർശനം തന്നെയാണ് നടത്തി വരുത്തുന്നത്. പട്ടാളത്തിൻ്റെതായാലും രാജ്യരക്ഷയുടെ പേരിലായാലും ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വേണ്ടിയായാലും ഒരു തരത്തിലും ജനാധിപത്യ അവകാശങ്ങളെ അടിച്ചമർത്താൻ ആവില്ല, പാടില്ല എന്ന് കോവിലൻ തന്റെ എഴുത്തിലും ജീവിതത്തിലും പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് നിറവേറ്റാൻ കോവിലൻ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നത്. അതിന് സാംസ്കാരിക കേരളത്തിന്റെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് കോവിലൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക്
വീണ്ടും വരും കാലങ്ങളിലും സകല സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കുന്നു. അച്ചാരം കുച്ചാരം നടക്കുക, ഇടം ധരിക്കുക, എല്ലിപ്പഴം, ഇളവ്, ഇറാനി വെള്ളം, വള്ളുകാക്കുക, വെള്ളം തുള്ളുക, വേഷാതെടുക്കുക, നാട്ടുവഴിയിൽ നിന്ന് വാക്കെടുത്ത് കൊടുത്തിയ കോവിഡ് ഒരനുഭവ ഭാഷാ വിക്ഷോഭം. ദേശത്തിന്റെ എഴുത്തു പറഞ്ഞവർ ഞങ്ങളുടെ ഗ്രാമ സൗഭാഗ്യം. നന്ദി പറയുന്നതിനായി വി കെ നാരായണ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. കോവിഡിന്റെ ദീപ്തമായ മരണത്തിന് മനസ്സ് നമസ്കരിക്കുന്നു. സകല പെരുമ വേണ്ട വിധം ധരിപ്പിക്കാനായി എത്തിക്കാനായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും സംഘാടക സമിതിയുടെ പേര് ഹൃദയം നിറഞ്ഞ് കൃതജ്ഞതയിലേക്ക് നടക്കും. ഇവിടെ ഇതിനുമുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ കോവിഡിനെ കുറിച്ച് പ്രധാനമായിട്ടും സൂചിപ്പിച്ച ഒരു സൂചന, കോവിഡ് എല്ലാ അർത്ഥത്തിലും മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന്. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മറ്റുള്ളവരുടെ വേദന പരമാവധി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള തൻ്റെതായ ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവ്. ഒരു അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഒരു അനുഭവം മാത്രം സൂചിപ്പിക്കട്ടെ. നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ കിടക്കുന്നത് എനിക്കാൻ വയ്യ, നിങ്ങൾ തിരിയാൻ പോലും പറ്റില്ല. ആ സമയത്ത് കോവിഡ് അവിടെ വരുന്നത് കണ്ടു. മറ്റുള്ള സഹായം പെട്ടെന്ന് എണീപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. വളരെ ഗൗരവപൂർവ്വം പറഞ്ഞ വാക്കെന്നറിയുക, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം. ഈ ചിന്ത മാത്രമേ ഉണ്ടാകാവൂ എന്നാണ്. വേറൊന്നും വേണ്ട, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം എന്ന്. ആ ചിന്ത മാത്രമേ വേണ്ടൂ. അവിടെ കിടന്നോളൂ, പിന്നെ പെട്ടെന്ന് സ്ഥലം പറ്റും. ഇത് എന്റെ മാത്രം അനുഭവമല്ല, ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അനുഭവം ഇതാണ്. എന്ന് വെച്ചാൽ രക്ഷപ്പെടണം, എല്ലാ തരത്തിലുള്ളതായ വേദനകളിൽ നിന്നും രക്ഷപ്പെടണം. ഈ പ്രതികൂലമായ എല്ലാ തരത്തിലുള്ളതായ സാഹചര്യങ്ങളിലും ജീവിക്കാനുള്ള ശക്തി സ്വയം സംഭരിക്കണം. ആ ആഹ്വാനമാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യത്വം നിറഞ്ഞു കൊടുത്തിട്ടുള്ള ആ മഹാത്മാവ് എല്ലാവരോടും ഉപദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ അദ്ദേഹത്തിന്റെ അനുസ്മരണം, രണ്ടാമത്തെ അനുസ്മരണ സമ്മേളനം ഇതിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്ത ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹം സംസ്ഥാനം അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഓരോ എഴുത്തുകാർക്കും അവരവരുടെ ദേശത്ത് നിന്നുകൊണ്ട് അവരവരുടെ അനുഭവത്തിനനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ എന്ന്. എന്നിലൂടെ നടക്കാതെയും എന്റെ കാര്യത്തിൽ അറിഞ്ഞിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവരവരുടേതായിട്ടുള്ള ദേശം, ആ ദേശത്തെ ദേശത്തെയും അവിടുത്തെ മനുഷ്യരെയും പ്രതിപാദിച്ചിട്ടുള്ള 5 ആൾക്കാരാണ് ഇവിടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, പ്രപഞ്ചം എന്താ പറയുക, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഒന്നാണ് ഈ പ്രപഞ്ചം. മനുഷ്യനും പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഇതിനെ മുഴുവൻ തന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 5 പേര് ഈ പഞ്ചഭൂതങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആ 5 പേർക്കും സംഘാടക സമിതികളുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുഞ്ഞത്തുള്ള, പ്രൊഫസർ സാറ ജോസഫ്, കെ കെ ദേവി, അഭിലാഷ് നിന്ന് ടി വി രാമകൃഷ്ണൻ, 5 പേർക്കും സംഘാടക സമിതികളുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തെ ഔപചാരികമായ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ സുരേഷ് കുഞ്ഞത്തുള്ള അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാൾ ഉപരി ഇത് ഉള്ളിൽ തട്ടിക്കൊണ്ട് ഇവിടെ വരാനും ആ മഹാത്മാവിനോടുള്ള ആദരവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും സംഘാടക സമിതിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ളതായിട്ടുള്ള ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളതായ വേദി ഒരുക്കാൻ സഹായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്താനും ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള കോവിഡിന്റെ മകൾ വിജയി,
കൂടെ സഹപ്രവർത്തകർക്കൊക്കെ തന്നെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നവരാണ്. ഇവരുള്ളതായ ആ അഭിനന്ദനത്തിന് മാറ്റുകൂട്ടിയത് ഇവിടെ വന്നിട്ടുള്ളതായ മുഴുവൻ ആൾക്കാരാണ്. എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥന ഏർപ്പെടുത്തുന്നു. നമസ്കാരം. ദേശത്തിന്റെ എടുത്ത് തുകയുടെ